പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലെ പ്രതിഷേധം തുടരുകയാണ്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് ഉൾപ്പെടെയുള്ള നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇവിടെ പ്രതിഷേധം നടത്തുന്നത്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി അതിശക്തമായിട്ടുള്ള പോരാട്ടം രാജ്യത്തുടനീളം ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചുള്ളത്. 2019 ഈ നിയമത്തിൻ്റെ ഭാഗമായി ചില നടപടിക്രമങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ അതിശക്തമായി രാജ്യത്തുടനീളം അതിശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ച സംഘടനയാണ് ഡിവൈഎഫ്ഐ. ഇപ്പോഴിതാ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് രാജ്യത്തെ വിഭജിച്ച് വർഗീയമായി വിഭജിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള ശ്രമത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഇങ്ങനെയൊരു വളരെ തിടുക്കം പെട്ടുകൊണ്ട് ഇങ്ങനെയൊരു നടപടിക്രമത്തിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് പോയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാളെ കേന്ദ്ര ഗവൺമെൻറ്റിനെ പ്രത്യേകിച്ച് BJPയെ ഏറ്റവും സാരമായി ബാധിക്കുന്ന ഒരു നടപടിക്രമം ഇന്നത്തെ സുപ്രീം കോടതി വിധിയെ തുടർന്ന് ഉണ്ടാവുകയാണ്. SBI ഇലക്ട്രൽ ബോണ്ട് വഴി എത്ര പണമാണ് ആരിൽ നിന്നെല്ലാമാണ് BJP സമാഹരിച്ചത് എന്ന് നാളെ ഈ ലോകം അറിയാൻ പോവുകയാണ്. അപ്പോൾ ആ വാർത്ത തമസ്കരിക്കാൻ, ആ വാർത്തയുടെ പ്രാധാന്യം ഇല്ലാതാക്കാൻ കൂടി ഭാഗമായിട്ടുള്ള കുടിലതന്ത്രം കൂടി അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും കുടിലതന്ത്രം കൂടി ഈ പെട്ടെന്ന് ഇതിൻ്റെ ചട്ടങ്ങൾ ഇന്ന് പുറപ്പെടുവിച്ചതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതെല്ലാം പ്പെട്ടാലും ഈ നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നുള്ള അതിശക്തമായിട്ടുള്ള പ്രഖ്യാപനം. തീർച്ചയായിട്ടും ഈ രാജ്യം നരേന്ദ്രമോദിയുടേതല്ല, ഈ രാജ്യം BJPയുടേതല്ല. ഈ രാജ്യം ഈ നിലയിൽ ഇന്ത്യ എന്ന സങ്കല്പം രൂപപ്പെട്ടത് ധീരദേശാഭിമാനികൾ നടത്തിയിട്ടുള്ള ത്യാഗനിർഭരമായ പോരാട്ടത്തിൻ്റെയും സമരത്തിൻ്റെയും ഭാഗമാണ്. ആ സമരത്തിൽ കൂടി പോരാട്ടത്തിൽ കൂടി നേടിയെടുത്ത ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും പരമാധികാരവും രാജ്യത്തിൻ്റെ മതനിരപേക്ഷ ഭരണഘടനയും അട്ടിമറിക്കാനുള്ള ശ്രമത്തെ ജീവൻ കൊടുത്തും പ്രതിരോധിക്കുമെന്നാണ് ഈ രാജ്യത്തെ മതനിരപേക്ഷവാദികൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പോരാട്ടത്തിന് ഊർജം പകർന്നുകൊണ്ട് DYFI മുന്നിലുണ്ടാവും എന്ന പ്രഖ്യാപനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം തന്നെയാണ് DYFI പൗരത്വ ഭേദഗതി നിയമ ബില്ലിനെതിരെ സംഘടിപ്പിക്കുന്നത്. രാജ്യത്ത് ഒരു കാരണവശാലും ഈ നിയമം നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ള പ്രഖ്യാപനമാണ് DYFI നടത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നതിന് വേണ്ടി DYFI ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കണ്ണൂരിൽ DYFI സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പ്രകടനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിശക്തമായിട്ടുള്ള പ്രതിഷേധം വരും ദിവസങ്ങളിലും ഇനി കേരളം കാണുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കണ്ണൂരിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് അഭിൻ ചത്തിനൊപ്പം റിപ്പോർട്ടർ അർജുൻ ഗലിയാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.